ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടതായിരുന്നു. കാരണം ഫ്യൂച്ചറിൽ ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണല്ലോ. സോ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കത് ബാധിക്കാൻ പാടില്ല. അപ്പോൾ അതിനെന്താണ് ഒരു പ്രതിവിധി എന്ന് അവർ മുൻകൂട്ടി എന്നോട് ചോദിച്ചു. ഞാൻ അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇന്നപോലെ പാനലിങ് ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് കബോർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾക്കത് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു സ്ഥലം വിടാതെ എല്ലാത്തിലും എവിടെയെല്ലാം കബോർഡ് വർക്ക് വരുന്നുണ്ട് അവിടെ എല്ലാം അവർ കംപ്ലീറ്റ് ആയിട്ടും പാനലിങ് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഇതുപോലെ ബോക്സ് ടൈപ്പായിട്ട് കബോർഡ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് അവർക്ക് ഇതുപോലെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അക്വ വരും മേ ബി. അതുപോലെ തന്നെ ഇതിൽ ഓവൻ വെക്കാനുള്ള സെറ്റപ്പൊക്കെയാണ് അവർ ചോദിച്ചിരുന്നത്. അങ്ങനെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അകത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് അവർക്ക് സിങ്ക് ഏരിയ വരുന്നത്. ഈ സിങ്ക് ഏരിയയുടെ താഴ് ഭാഗമായിട്ട് ഇവിടെ കംപ്ലീറ്റ്ലി നമ്മൾ അവർക്ക് ജസ്റ്റ് ഷട്ടർ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ബിക്കർ ബാസ്ക്കറ്റും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് ഏരിയ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് മാക്സിമം ഇതുപോലെ ലിക്വിഡ്സും മറ്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതിന് വേണ്ടി മാത്രം ഒരു സ്റ്റോറേജ് യൂണിറ്റ് ലാസ്റ്റ് എൻഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ കിച്ചൺ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാക്സിമം എല്ലാ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ലോഫ്റ്റ് ഉൾപ്പെടെ ഇതും നമ്മൾ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ലോഫ്റ്റാണ്. ഇതിപ്പോൾ ചിമ്നി ഇതിനകത്തൂടെയാണ് ചിമ്നിയുടെ കംപ്ലീറ്റ് പോയിട്ടുള്ളത്. അതെല്ലാം നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് നമ്മളിതുപോലെ അവർക്ക് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. സെൻട്രൽ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഒരു യുണീക്കായിട്ട് ഒരു ക്ലാസിക് കളറിൽ നമ്മൾ ACP ഷീറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ബ്ലാക്ക് ഫ്രെയിം മോസ്റ്റ്ലി യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിച്ചൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇതിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബാക്ക് പാനലിങ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടാണ് ഈ കിച്ചൺ നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. സോ കംപ്ലീറ്റ് കിച്ചൺ നമ്മൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മൊത്തം 3 ബെഡ്റൂം ഉണ്ട്. അതിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. റൂം നമ്പർ 1.